1954 ഏകാധ്യാപക വിദ്യാലയമായി പ്രവർത്തനം ആരംഭിച്ച ഇടുക്കി സ്വരാജ് സ്കൂൾ ഇന്ന് ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളായി മികച്ച നിലവാരം പുലർത്തുകയാണ്. സർക്കാരിന്റെ കിഫ്ബി ഫണ്ട് വഴി 5 കോടി രൂപ വകയിരുത്തിയാണ് 3 നില കെട്ടിടം നിർമ്മിച്ചത്. സാമ്പത്തികമായി ഏറെ പിന്നിൽ നിൽക്കുന്ന ഈ മേഖലയിലെ ഈ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മികച്ച നിലവാരമുള്ള വിദ്യാഭ്യാസമാണ് നൽകുന്നത്. ആരംഭിച്ച ഇടുക്കിയിലെ തന്നെ ഏറെ പഴക്കം ചെന്ന സർക്കാർ സ്കൂളാണ് ഇന്നത്തെ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ. പയൽപ്പള്ളിക്കൂടം എന്ന പേരിലാണ് ആദ്യം സ്കൂൾ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് കേരള രൂപീകരണത്തിന് ശേഷം 1957 ഒക്ടോബർ 11 ഗവൺമെന്റ് LP സ്കൂളായും 1981 ഹൈസ്കൂളായും ഉയർത്തപ്പെട്ടു. 1500-ലധികം കുട്ടികൾ പഠിച്ചിരുന്ന ഈ വിദ്യാലയം ഷിഫ്റ്റ് സമ്പ്രദായത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഇടക്കാലത്തെ വിദ്യാഭ്യാസ നിലവാരത്തിലും വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും ഒരൽപ്പം മങ്ങലേൽക്കുകയും കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി കുറയുകയും ചെയ്തു. കെട്ടിടങ്ങളുടെ അഭാവവും ഉള്ള കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥയുമാണ് ഒരു പരിധിവരെ സ്കൂളിന്റെ ഈ അവസ്ഥയ്ക്ക് ഇടയാക്കിയത്. 1991 ഹയർ സെക്കൻഡറി അനുവദിച്ചു കിട്ടി. കിഫ്ബി ഫണ്ട് വഴി ഇന്ന് GTHSS മേരികുളം സ്കൂളിന് മികച്ച നിലവാരമുള്ള കെട്ടിടമാണ് ഉള്ളത്. കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓരോ മോഡൽ സ്കൂളുകൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായി എൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ ഞാൻ സെലക്ട് ചെയ്തത് മുരിക്കാട്ടുപടി ട്രൈബൽ സ്കൂളാണ്. എത്രയോ വർഷം പഴക്കമുള്ള സ്കൂളാണ്, ചരിത്ര പാരമ്പര്യമുള്ള സ്കൂളാണ്. ആ സ്കൂളിൻ്റെ അന്തരീക്ഷം എന്നുള്ളത് ആവശ്യമേറിയ ഭൂമി അവിടെയുണ്ട്, കെട്ടിട സൗകര്യങ്ങളുടെ കുറവ്. ഇന്നതെല്ലാം മാറി പോയി കണ്ടാലേ അതറിയാൻ പറ്റൂ. ഏകദേശം 14 കോടി രൂപയുടെ മുകളിൽ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി. ആ നിലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഇടം കൊടുത്ത പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ ഉതകുന്ന ഒരു സ്കൂളായി മുരിക്കാട്ടുപടി ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയെങ്കിൽ അത് കിഫ്ബിയുടെ ധനസഹായത്തോടുകൂടി തുടങ്ങിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്നുള്ള സംശയം. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ജനപ്രതിനിധികളുടെയും ശ്രമഫലമായി 2019 കിഫ്ബി ഫണ്ട് 5 കോടി ഉപയോഗിച്ചാണ് സ്കൂൾ കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. 2021 കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു. രണ്ടായിരത്തി 2021 5 കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഈ കിഫ്ബി ബിൽഡിംഗ് വന്നത്. ഇത് ശരിക്കും ക്ലാസ് മുറികൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ക്ലാസ് മുറികൾ തന്നെയാണ്. 54 സ്ഥാപിച്ച ഏകാധ്യാപക വിദ്യാലയമായിട്ട് തുടങ്ങിയതാണിത്. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം 57 ഇതൊരു ഗവൺമെൻറ് സ്കൂളായി മാറിയത്. 81 ഹൈസ്കൂളായിട്ടും 91, 92 കാലഘട്ടത്തിൽ ഹയർ സെക്കൻഡറി ഒക്കെ ആയിട്ട് മാറിയതാണ്. ഹൈടെക് ക്ലാസ് റൂമുകൾ, മികച്ച നിലവാരമുള്ള ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, സയൻസ് മാത്സ് ലാബ്, കിച്ചൺ മെസ് ഹാൾ, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേകം ടോയ്ലറ്റ് സംവിധാനം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന മികച്ച നിലവാരത്തിലുള്ള കെട്ടിടമാണ് കിഫ്ബി ഫണ്ടിലൂടെ സാധ്യമായത്. പുത്തൻ കെട്ടിടം നിർമ്മിച്ച് സൗകര്യങ്ങളും നിലവാരവും വർദ്ധിച്ചു വന്നതോടെ ഓരോ അധ്യയന വർഷത്തിലും വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും വർധനയുണ്ടായിട്ടുണ്ട്. ന്യൂസ് മലയാളം, ഇടുക്കി.